ഹായ് ഓൾ, വെൽക്കം ടു എമിനൻ PSC. 2025 ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ കേരള PSC പുറത്തുവിട്ടിരിക്കുകയാണ്. അതെ, നോട്ടിഫിക്കേഷനുകൾ, ഒന്നിലധികം വിജ്ഞാപനങ്ങൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകളെന്നും അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കാത്തിരുന്നതെന്ന് പറയാൻ കഴിയുന്ന നോട്ടിഫിക്കേഷൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, SI യിൽ തന്നെ ആംഡ് പോലീസ് SIയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് ഈ നോട്ടിഫിക്കേഷനിൽ PSC പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ എക്സാമും അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യതകൾ എന്താണ്, എന്ന് അപ്ലൈ ചെയ്യണം, എൻ്റെ സിലബസ് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് ആദ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് നോക്കിയാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ഡിസംബർ 31-നാണ്. സോ അതായത് ഒരു ഡിസംബർ മാസം മൊത്തം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി ഈ ജോബുകൾക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അത് ജില്ലാടിസ്ഥാനത്തിലല്ല, മൊത്തം സംസ്ഥാന തലത്തിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇനി ഈ ഓരോന്നും പ്രധാനപ്പെട്ട ഈ 4 എക്സാമുകളിൽ ഓരോന്നും നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നുള്ള എക്സാമാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 454/2025 എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു ബിരുദം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത സംശയം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ മുമ്പിലുണ്ടാകുന്നത് ഏജ് എന്താണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഏജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 18 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ആവശ്യമായിട്ട് വരുന്നത്. 18 മുതൽ 36 വരെ. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ച ആളുകളായിരിക്കണം. ഇങ്ങനെയുള്ളവർക്കാണ് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി OBC കാറ്റഗറിയിലുള്ളവർക്ക് 3 വർഷവും SC/ST കാറ്റഗറിയിൽ വരുന്നവർക്ക് 5 വർഷത്തിൻ്റെയും ഇളവ് ഈ പ്രായപരിധിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഈ പറയുന്ന 89 എന്ന് പറയുന്ന ഇയർ OBC-കാർക്ക് വരുമ്പോൾ 86 ആയും, അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ആ ഇയർ 84 ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഏജിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് കഴിയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ സാലറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ 39,300 മുതൽ 83,000 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. സോ ഇതാണ് പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എനി ഡിഗ്രി, ഏജ് എത്രയാണ് വേണ്ടത് എന്നുള്ളത്, 18 മുതൽ 36 വരെ, അതിൽ റിലാക്സേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും ആണ് നമുക്കുള്ളത്. ഇനി നമുക്കറിയേണ്ടത് സിലബസ് ആണ്. അത് നമുക്ക് പിന്നീട് പറയാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക്. പിന്നെ പ്രധാനമായിട്ടുള്ളത് SI ആണ്. SIയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 448/2025 ആംഡ് പോലീസ് SIയുടെ 446/2025 രണ്ടും ഒന്നിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയയും അല്ലെങ്കിൽ റിക്വയർമെൻ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എനി ഡിഗ്രി തന്നെയാണ് ഇവിടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഏജ് നോക്കുകയാണെങ്കിൽ 20 മുതൽ 31 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി. 20 മുതൽ 31 വയസ്സ് വരെ. അതായത് 2/1/94, അതായത് 1994 ജനുവരി 2 മുതൽ 2005 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർ. ഇനി OBC-യിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും 3 വർഷത്തെയും റിലാക്സേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ 5 വർഷത്തെ റിലാക്സേഷനും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറി വൈസ് ചെയ്തിട്ടുള്ള ഏത് റിലാക്സേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് സാലറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും 45,600 മുതൽ 95,600 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയും എന്താണ് സിലബസ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ നോക്കിയിട്ട് പോകാം. അതായത് നമ്മൾ ഇതുപോലെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ജോബായിരുന്നു അസിസ്റ്റൻറ്റ് ജയിലർ എന്ന് പറയുന്നത്. ഈ അസിസ്റ്റൻറ്റ് ജയിലർ എന്ന് പറയുന്നതിൻ്റെ കാറ്റഗറി നമ്പർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 451/2025 ആണെന്ന് നിങ്ങൾക്ക് കാണാനായി കഴിയും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി തന്നെയാണ്. ഇനി ഏജ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സെയിം ആയിട്ടുള്ള 18 മുതൽ 36 വയസ്സ് എന്നുള്ളതാണ് ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 1989 ജനുവരി 2 മുതൽ 2007 ജനുവരി 1-നകത്ത് ജനിച്ചവരായിരിക്കണം ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ തന്നെ OBC കാറ്റഗറിക്ക് 3 വർഷവും SC/ST കാറ്റഗറിക്ക് 5 വർഷത്തിൻ്റെയും ഏജ് റിലാക്സേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ
43,400 മുതൽ 91,200 വരെയാണ് ഇതിൻ്റെ സാലറി റേഞ്ച് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ഇതാണ് പ്രധാനപ്പെട്ട 4 നോട്ടിഫിക്കേഷനുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വേക്കൻസി എന്ന് പറയുന്ന ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞത്. ഇത് നിങ്ങൾ മുൻകാലത്തെ നോട്ടിഫിക്കേഷൻ നോക്കുകയും അതും ഇതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നല്ലൊരു വലിയ നമ്പർ ഓഫ് അപ്പോയിൻമെൻറ്റുകൾ SIയുടെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെയും ഒക്കെ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട്. ഇനി നമ്മൾ നോക്കുക, ഇനി എക്സാമിലോട്ട് പോയി കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ കേരള PSC നടത്താറുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ പോലെ തന്നെ ഒരു പ്രിലിമിനറിയും ഒരു മെയിൻസ് എക്സാമും ഇതിനുണ്ടായിരിക്കും. അപ്പോൾ മുൻകാലത്തെ അതേ സിലബസുകൾ തന്നെ പിന്തുടരാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അതായത് പ്രിലിമിനറിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ 100 മാർക്കിൻ്റെയും, ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മെയിൻസ് വരും. SIക്ക് വരുമ്പോൾ ആ ജോബുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന മെയിൻസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് അതിൻ്റേതായ മെയിൻസ് എക്സാം, ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ജയിലറിന് അതിൻ്റേതായ മെയിൻസ് എക്സാം. അപ്പോൾ ഈ മെയിൻസിൽ വരുമ്പോൾ അതിനകത്ത് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സുകളിൽ തിരിവുകൾ ഉണ്ടാകും. പക്ഷേ പ്രിലിമിനറി ഒരു കോമൺ പ്രിലിമിനറി എക്സാം ആയിട്ട് നടത്തും. അപ്പോൾ ലാസ്റ്റ് കേരള PSC നടത്തിയ അതേ പ്രിലിമിനറി സിലബസുകൾ തന്നെയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 മാർക്കിൽ ഏതെല്ലാം സബ്ജക്റ്റുകളാണ് വരുന്നതെന്നും അതിന് എത്ര മാർക്കുകളാണ് എന്നുള്ളതും കേരള PSC വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറയുന്നതിന് 10 മാർക്കാണ് കേരള PSC നൽകിയിരിക്കുന്നത്. 10 മാർക്കിന് ഹിസ്റ്ററി ഉണ്ട്. അതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഉൾപ്പെടുന്ന പോർഷനിൽ നിന്നാണ് 10 മാർക്ക് വരുന്നതെന്ന് കാണാം. പിന്നെ ജോഗ്രഫി എന്ന് പറയുന്നതിന് 5 മാർക്ക്. അതിനകത്തും കൺസെപ്റ്റുവലായിട്ടുള്ള ജനറൽ ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും ഉൾപ്പെടുന്ന ഭാഗത്ത് നിന്ന് 5 മാർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എക്കണോമിക്സിന് 5 മാർക്ക്, സിവിക്സിന് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5 മാർക്കുണ്ട്. ദെൻ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്നതിന് 10 മാർക്ക്. അതായത് ഹിസ്റ്ററി കഴിഞ്ഞാൽ ഈ ജനറൽ നോളജ് സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ ജനറൽ സ്റ്റഡി സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ്. 10 മാർക്ക് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിനും 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിയും 5 മാർക്ക്. മുൻകാലത്തെ സിലബസിൽ കണ്ടതുപോലെ തന്നെ പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക്നോളജിയും മെയിൻസിലേക്ക് വന്നപ്പോഴാണ് ഒരു ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വരുന്ന ബേസിക് സയൻസ് വന്നത് മെയിൻസിലേക്ക് വന്ന സമയത്തായിരുന്നു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നെല്ലാം 50 മാർക്കാണ് പ്രിലിംസിന് വന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ആർട്ട്, കൾച്ചർ ഇതെല്ലാം കൂടെ ചേർന്ന് 50 മാർക്ക്. ബാക്കിയുള്ള 50 മാർക്കോ അത് ലാംഗ്വേജിനും മാത്സ് ആൻഡ് റീസണിങ്ങിനുമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് മാത്സ് ആൻഡ് റീസണിങ് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന അതിനകത്ത് വരുന്ന സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, റീസണിങ് എന്ന് പറയുന്നതിന് 20 മാർക്ക് അവർ മാറ്റി. അതിൽ മാത്സിന് 10 മാർക്കും റീസണിങ്ങിന് 10 മാർക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക. ഇനി ഇംഗ്ലീഷിലേക്ക് നോക്കിയാലോ അതിനും 20 മാർക്ക് കാണാനായിട്ട് കഴിയും. പിന്നെയുള്ള 10 മാർക്ക് റീജിയണൽ ലാംഗ്വേജ് എന്നാണ്, അതായത് മലയാളത്തിനാണ്. പിന്നെ നമുക്കറിയാം ഇവിടെ ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ പെടുന്നവർക്ക് അതിൽ 10 മാർക്ക് അവർക്ക് തമിഴോ കന്നഡയോ ചൂസ് ചെയ്യാനായിട്ട് കഴിയും, അതായത് സ്ഥലങ്ങളിലുള്ളവർക്ക്. അല്ലെങ്കിൽ 10 മാർക്ക് മലയാളം എന്ന് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ 50 മാർക്കിൽ 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ് ആൻഡ് റീസണിങ് ആൻഡ് 10 മാർക്ക് ഫോർ ദി മലയാളം. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ പ്രിലിമിനറി പാസ്സാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രിലിമിനറി പാസ്സാവുന്നവർക്ക് മാത്രമേ മെയിൻസ് എഴുതാനായിട്ട് കഴിയൂ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ ഈ മാത്സ്, റീസണിങ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് 50 മാർക്കുണ്ട്. ഹിസ്റ്ററിക്ക് 10 മാർക്ക്, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചറിന് 10 മാർക്ക്. അപ്പോൾ ഈ പറയുന്ന 100 മാർക്കിനെ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു? അതിൽ ഈ വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ 50 ആവാം, 55 ആവാം, 30 ആവാം, 40 ആവാം, ഇങ്ങനെ വേരി ചെയ്ത് വരുന്നുണ്ട്. ഈ കട്ട് ഓഫ് നിങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും? നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് കേരള PSC ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യനുകൾ നോക്കി അറിയാം. പണ്ടത്തെ പോലുള്ള വൺ വേർഡുകളിൽ നിന്ന് മാറി സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചുള്ള അസേർഷൻ, റീസണിങ് വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ കയറി വരുന്നുണ്ട്. അത് ഓരോ പ്രാവശ്യം കഴിയുന്തോറും ആ ക്വസ്റ്റ്യൻ്റെ നിലവാരവും കേരള PSC ഉയർത്തി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ പ്രിലിമിനറിയിൽ നിന്ന് കുറച്ചുകൂടെ നിലവാരം ഉയർന്നതായിരിക്കും മെയിൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും മെയിൻസിലേക്ക് വരുമ്പോഴും അതിൻ്റെ വലിയൊരു പോർഷൻ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. അതായത് ഒരു 50% മാർക്ക് നിങ്ങൾ മെയിൻസിലോട്ട് വരുമ്പോൾ ഏകദേശം ഇതേ സബ്ജക്റ്റിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ തന്നെ ഈ സബ്ജക്റ്റിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും മാച്ച് ദ ഫോളോയിങ്ങും അല്ലെങ്കിൽ പിക്ക് ദി ഓഡ് വൺ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അസേർഷൻ റീസണിങ് പോലുള്ള ഉത്തരങ്ങളൊക്കെ എത്താനായിട്ട് കഴിയും. അപ്പോൾ കൺസെപ്ച്വലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലിറ്റിക്കലായിട്ട് നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് ഇനി ഒരു കേരള PSC എക്സാമിൻ്റെ പ്രിലിമിനറി മെയിൻ സ്റ്റേജുകളിലൂടെ കടന്ന് നിങ്ങൾക്ക് ജോലി എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൺസെപ്ച്വൽ
ഒബ്ജക്റ്റീവായി അനലറ്റിക്കലായി പഠിക്കുക. അപ്പോൾ അതിനായിട്ടാണ് എമിനൻ PSC നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന KASൻ്റെയും ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ നമ്മുടെ റിസൾട്ട് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ പറയുന്നത് തന്നെ നമ്മുടെ ആ ഒരു കൈൻഡ് ഓഫ് ടീച്ചിങ്, ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ടീച്ചിങ് ആണ് അവരെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള എൻറ്റയർ സിലബസ്, നിങ്ങളുടെ പ്രിലിംസ് മെയിൻസ് എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ബാച്ച്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് PDF നോട്ടുകളും അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള എൻറ്റയർലി കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഉടൻ തന്നെ എമിനൻ PSC ആരംഭിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻറ്റയർലി ആ സിലബസ് കവർ ചെയ്യുകയും ടെസ്റ്റുകളും എല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പ്രാപ്തരാകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. സോ ഈ പുതിയ നോട്ടിഫിക്കേഷനുകൾ ഈ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു ഹോപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ നിങ്ങൾക്കെല്ലാം സക്സസ്ഫുൾ ആകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.